പാതിരാത്രി ബ്ലോഗിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു പൂരം ബ്ലോഗ് ഇടാൻ പോകുന്നത്. നേരെ നമ്മൾ ജഗന്നാഥ ടെമ്പിൾ തലശ്ശേരിക്ക് പോകണതാണ്. കാണിച്ചു തരാം. അൺഎക്സ്പെക്റ്റഡ് ബ്ലോഗാണ്. സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ടീംസും എക്കോ സ്പോർട്ടും കാറും എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. അവൻ പറയുന്നത് എക്കോ സ്പോർട്ടിൽ എല്ലാവർക്കും പോകാനാണ്. ഒരു പന്നീനെ കുത്തിറച്ച് കൊണ്ടുപോകുന്നല്ലോ, പോകേണ്ട വരുമല്ലോ എന്ന് ആലോചിക്കുമ്പം. അപ്പോൾ ഗൈസ്, സെറ്റ് സാഹസികമായി നമ്മൾ കാറിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ശംഭു അണ്ണൻ പറപ്പിക്കുകയാണ്. അങ്ങോട്ട് എത്തുവാണെങ്കിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യാം. അയ്യോ, മെല്ലെ എടുക്കാം. നമ്മുടെ പ്രണവണ്ണന്റെ വക നമുക്ക് ഫ്രൈഡ് ചിക്കൻ. ഇത് പഴയതാണോ? പ്രണവല്ലേ? ചൂടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. പെട്രോൾ അടിക്കാം. 600. പെണ്ണാണോ അവള്? വേണ്ട, അല്ല എല്ലാവർക്കും. പക്ഷെ ഞാൻ പറയലുള്ളൂ. അങ്ങനെ അവന്മാരെന്തല്ലോ ഒടി പറയുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ എത്തി. ഏകദേശം 2 കിലോമീറ്റർ അപ്പുറമായി. ഒടുക്കത്തെ ട്രാഫിക്. അതിനോട് കുറെ പിള്ളേർ വന്ന് മിണ്ടി കണ്ടു. എന്തെല്ലൊക്കെ ആയി. പറയാൻ മറന്നു. ജഗന്നാഥ ടെമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ടോപ്പ് ടെമ്പിളാണ്. ഐ തിങ്ക് കണ്ണൂരിൽ തന്നെ ടോപ്പിലൊന്നാണ്. പിന്നെ കേരളത്തിൽ തന്നെ എത്രാമത്തെ ടോപ്പാണെന്ന് എനിക്കറിയില്ല. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇനി എന്താണോ ഒന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇതാട്ടാ സംഭവം, പുള്ളി സീൻ. അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് നടന്ന് അങ്ങോട്ടെത്താം. 8 മണിക്ക് പുറപ്പെട്ട നമ്മൾ 10 ഇത്രയൊക്കെ തന്നെ 10:15 എത്തി. ട്രാഫിക്കാണ് മെയിൻ. മീൻസ് ഒരു 3-4 കിലോമീറ്റർ ഇപ്പറയാണ് നമ്മുടെ വണ്ടി കൊണ്ടുപോയിട്ട്. അപ്പോൾ ഫോഡാ മീൻസ് റോഡിന്റെ വലിപ്പമുണ്ടല്ലോ. ബൈ അപ്പൊ ഗൈസ്, ഇവിടെ എത്തിയപ്പോ അപ്പൊ ഗൈസ് വന്ന് പെട്ടു തന്നെ പറയാട്ടോ മക്കളെ. സീന് പരിപാടി ഏകദേശം കഴിഞ്ഞു. പിന്നെ എന്റെ ബൂട്ടിയൊക്കെ ഒലിച്ചു പോയി. അല്ല മക്കളെ, ഇവിടെ സ്ക്വാഡിന് ഇറക്കിട്ടാണ്. അത് പോയി ഓടി. എന്റെ സ്കോഡ് അത് അങ്ങോട്ട് ഓടി. എന്റെ സ്കോഡ് അതോടി അത് മറ്റേ സ്കോഡ്. ഇത് കണ്ണൂർ സ്കോഡ്. കണ്ണൂർ സ്കോഡില്ല ഇവിടെ. കണ്ണൂർ സ്കോഡിന് കൈ നോക്കേ. നമുക്ക് ഫോട്ടോ കൂട്ടനെ കിട്ടി. ബൈ ആനക്കുട്ടൻ. അമ്മേ, അടുത്ത ആനയാ. ആന മത്സരം. ഇത് കുട്ടൻ, ഇത് കണ്ണൻ, ഇത് അപ്പു കുട്ടക്കണ്ണൻ. ഇവിടെ ഞാൻ മാത്രമേ. അമ്മേ, ചവിട്ടില്ല. എന്റെ സ്കോഡ് ഇവിടെ ഉണ്ടേ. ഞാൻ അപ്പാടെ പറഞ്ഞ പുറത്തേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ട്രെയിനും പോകുന്നുണ്ട്. മൂട് അങ്ങനെയാണ് കാര്യങ്ങൾ. പോലില്ല, വേർത്ത് ഒലിച്ച് മൊത്തമായി. സോ ബൈ ആന പോയി. ഇനി 1 മണിക്ക് വെടിക്കെട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. വലിയ ആനകൾക്ക് ശേഷം കുഞ്ഞു ആനേൻ്റെ എഴുന്നള്ളത്താണ്. വെച്ചിട്ട് കറങ്ങി ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി. ഇതാട്ടോ നമ്മുടെ മെയിൻ സ്ഥലമെത്തി. വന്ന് നമ്മൾ ഇതിലെത്തിയപ്പോ എടാ മായി ഒന്നും അടക്കം മക്കളെ. ഏതെടുത്താലും 10 മുതൽ 30 രൂപ. അയ്യേ, പിള്ളേരുടെ ഇഞ്ചി മുട്ടായി സാധനം മാത്രമല്ല, അതൊന്നും ഇല്ല. അവിടെ ബാൽക്കണി തൊട്ടിയൊക്കെ കാണുന്നുണ്ട്. ആകാശക്കപ്പല് കാറി പോകുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോ ഇതാ ഇങ്ങനെ, അവിടെ എത്തിയപ്പോ അങ്ങനെ, അപ്പുറം എത്തിയപ്പോ അങ്ങനെ. ചുക്കാബി മക്കളെ നല്ല ഉണ്ട് കേട്ടോ. കോവിഡ് ടൈമേ കയ്യിൽ മുഴുവൻ ഈ പറഞ്ഞിട്ട് പുള്ളി പണ്ടാറടങ്ങി. ചുക്കാപ്പി മക്കളെ ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് പിന്നെ എന്റെ ഹെൽത്തിയാണ് മെയിൻ. ചെലവണ്ണ റിച്ച് ആണ്. അയ്യോ, അത് പേ ആവൂല. ഇവിടെ റേഞ്ച് പോയി. മക്കളെ വാ, പാത്രം കഴുകാം. പേ ആവൂല. ബജി തിന്നയാള് ഫസ്റ്റ് കയറണോ?
ഇനിയാണ് വെടിക്കെട്ട് കേട്ടാ. ഇനിയാണ് മക്കളെ വെടിക്കെട്ട്. എടാ മണ്ടേ സ്റ്റെക്കായി. എടാ സീനാടാ. അതൊക്കെ സെറ്റപ്പാണ്. അതെന്താ മനസ്സിലാവാ ലേസർ ഈ സംഭവം ഇതാണ് കുണ്ടം കെട്ട. അമ്പൽ നാട്ടുകാരുടെ ആനം കഴിഞ്ഞേട്ടാ. സീരിയസ്ലി പറയാലോ, അവസാനം ഒരു ഐറ്റം ഉണ്ടായിരുന്നേ, സത്യമായിട്ട് പേടിച്ചിട്ട് ചെവി പൊത്തി. ഐറ്റം മക്കളെ മൂടായി. ഇവിടെ നോക്കിയാലേ അങ്ങനെ നോക്കിയാൽ ആൾക്കാരുടെ ഒഴുക്ക് മാത്രമാണ്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്, അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എക്കോ സ്പോട്ടിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടന്മാരെ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കിയിട്ട് ഗൈസ്, അങ്ങനെ ഈ ചൂടന്മാർ തന്നെ വീണ്ടും നമ്മൾ കടൽപ്പാലത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കടൽപ്പാലം നൈറ്റ് മുമ്പോട്ട് എടുത്തിട്ട് ബാക്കോട്ട് പോട്ടെ. നമ്മുടെ എസ്കോ സ്പോട്ട് ഉണ്ട്, നമ്മുടെ എസ്കോ സ്പോട്ട്. സോ ഗൈസ്, ഇനി 5 മിനിറ്റ് കടൽപ്പാലം വൈബ് അടിച്ചിട്ട് നേരെ നാട് പിടിക്കണമെന്നാണ് പ്ലാന്. അമ്മമാര് വരത്തില്ല, കാരണം ഇവർ വീട്ടിൽ ചോറും പറ്റൂല്ല, എണ്ണമൊന്നും ഇല്ലാത്ത ടീംസാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ. എനിക്ക് ആക്ച്വലി പുറത്ത് പോവും, പക്ഷെ ഒറ്റയ്ക്ക്. ഇതിപ്പോൾ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നോക്കാം. സോ എന്തോ കാര്യമായിട്ട് ഉണ്ടെന്നാണ് വിശ്വാസം. ആക്ച്വലി ഞാൻ ഇനി ഇവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നാണ് ക്യാഷ് പോകുന്നത്. ഇവിടുത്തെ ആദ്യമായിട്ട് ശംഭുവാണ് എൻ്റെ മുത്ത്, എൻ്റെ ജിമ്മേറ്റ് ചെലവ് ചെയ്യുന്നത്. സാഹചര്യത്തിൽ ചെലവ് കിട്ടുമെന്ന് പറഞ്ഞ് വന്നതാണ്. ഞാൻ വീഡിയോയിൽ മാസമായിട്ട് എൻ്റെ ജിമ്മേറ്റ് ശംഭുവണ്ണൻ എനിക്ക് വേണ്ടി ചെലവ് എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിയാണ് കട പറഞ്ഞ് മക്കളെ കട പൂട്ടി ഇറങ്ങിയിട്ടാണെങ്കിലും. ശംഭുവണ്ണൻ നിങ്ങളുടെ ചിലവ് ചിലവാരാ? എന്തായാലും സാധനം കിട്ടി. അതിന് മെയിലായിട്ടൊന്നുമില്ല മക്കളെ. വകേസ് അങ്ങനെ ഏകദേശം 1 മണി 2 മണി എപ്പോഴും കടൽപ്പാലം ചായ വിത്ത് ബഡീസ്. എല്ലാവരും മൂടാണ്. ആ വെടിക്കെട്ട് കണ്ടപ്പോൾ തന്നെ സാറ്റിസ്ഫൈഡ് ആയില്ല. വെടിക്കെട്ട് കണ്ടപ്പോൾ തന്നെ സാറ്റിസ്ഫൈഡ് അല്ലേ? കൊച്ചിന്റെ നാണം നോക്കണേ അല്ലേ? അത് സംസാരം അത്രൂ. അയാൾക്കെങ്കിലും ബോധമുണ്ടല്ലോ, അത് മതി. സോ അല്ല, അയാൾക്കെങ്കിലും ബോധമുണ്ടല്ലോ. കടലിൽ കെട്ടിത്താത്തി കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ധൈര്യമായിട്ട് വീഡിയോ ഓണാക്കി. തട്ടുകടയിൽ നിന്നുള്ള മൂടിച്ചായ നമുക്കെല്ലാം കഥയും പറഞ്ഞ് ഇതാക്കാം. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ഒക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കട്ട സപ്പോർട്ട് കേട്ടാ. ഇൻട്രോവേർട്ടായി എന്നെ ഒരാൾ ആശ്വസിപ്പിക്കുന്നു. അയ്യോ 3 മണി ആയേ.
എടാ മറ്റേ ഡയലോഗ് ആദ്യമായിട്ട് ചന്ദ്രൻ അത് ഇടയ്ക്ക് നല്ല ഇതാകത്തെ HD ആവത്തെന്നാ ഇപ്പൊ പറയും 3 മണിക്ക് സൂര്യൻ വന്നു വീണ്ടും കാണാൻ ഇപ്പൊ ക്ലിയർ ആവും. ഇപ്പൊ 4K വരട്ടെ അപ്പൂപ്പം വരട്ടെ. അയ്യോ അതും ഈ ഇതിലാണ് ചൂടാകുന്നത്. മക്കളുടെ ടൈം എന്തായി? മക്കളുടെ ടൈം ബ്രോ 4:45. എത്ര മണിക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരായിരുന്നു പറഞ്ഞ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. 12 കൊട്ടി മക്കളേടാ. 5-6 മണിക്കൂറായി ഇവിടെ ഇരുന്നിട്ട് ഇവന്മാർ എന്നെ ഉപദേശിച്ചോണ്ടിരിക്കുന്നു. ബട്ട് ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞു. എൻ്റെ യൂട്യൂബ് കരിയറും എൻ്റെ സ്ട്രെസ്സും പെയിനൊക്കെ പിള്ളേർ എന്നെ സെൽഫാക്കി. പക്ഷേ ഇതിലിപ്പോൾ നേരം വിളിക്കാതെ സൺറൈസ് കാണാതെ വിടൂല. സോ ഗൈസ് ഐ എം വെരി വെരി ഹാപ്പി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കടൽപ്പാലത്ത് വന്നതിന് നേരെ നമ്മൾ എക്കോ സ്പോട്ട് എടുത്ത് നാട്ടിലോട്ട് പോവാണ്. ഒട്ടും പ്രതീക്ഷയിലാണ്ടിരുന്ന പിള്ളേർ വിളിച്ച് നേരെ വൈബടിച്ച് ഇറങ്ങി. വെടിക്കെട്ട് എനിക്ക് ഇഷ്ടമായി. അല്ലാതെ ആൾക്കൂട്ടം ഭയങ്കരമാണ്. എസ്പെഷ്യലി ഞാനത് ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഇതങ്ങ് മാറിയിട്ട് കുട്ടിയെ ഇത് ഇങ്ങനെ സ്പെഷ്യൽ പരിപാടിക്ക് വണ്ടി റിവീലിങ്ങിന് മാത്രമൊക്കെ ഇടുന്നതാണ്. എന്നിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് അവനെ എന്നെ മേത്തൂടെ വെള്ളം ഒലിക്കുന്ന പോലെ ഞാൻ വേർത്തോണ്ടിരിക്കും. ഞാൻ പെട്ടെന്ന് വേർക്കുന്നൊരിതാണ്. എന്തായാലൊക്കെ കുറച്ച് മൂഡ്. പക്ഷെ വെടിക്കെട്ട് കണ്ട് മൂടാക്കി ഇവിടെ എത്തി ചായ അടിച്ച് ചായ സ്പോട്ട്. ഇത് നേരെ വീട് തെറിക്കുകയാണ്. സോ അത്രയ്ക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഇൻസ്റ്റയിൽ പോകാൻ മറക്കണം.